വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ബോ നമുക്ക് ചെയ്താലോ? ഗ്രോസ് ഗൺ റിബണിലാണ് ഇതിന് മൊത്തം എടുത്തിരിക്കുന്നത്. 5 റിബണാണ്. പക്ഷേ 5ഉം സൈസ് വ്യത്യാസമുണ്ട്. ഒരു 2 എണ്ണം ഒരേ സൈസ്. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഇപ്പോൾ 12 എടുക്കാം. 12, 10, 8 അങ്ങനെ എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 15, അതിൽ നിന്ന് 2, 13 അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 വീതം കുറച്ചെടുക്കുക. എന്നിട്ട് ഇതേ ഇതുപോലെ ഫസ്റ്റത്തെ ഞാൻ ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചു. അടുത്തത് ഇതേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടുത്തത് ഇനി അടുത്ത രണ്ടാമത്തെ പീസ് ഫോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മളത് കറക്റ്റ് ആ ഒരു ഫോൾഡിങ് അറിഞ്ഞാൽ മാത്രം മതി. ഇനി ഈ ഫോൾഡിങ്ങിന് പുറത്തേക്ക് 3ഉം സെപ്പറേറ്റ് മടക്കി ഒന്ന് റിബൺ ടൈ ചെയ്യുന്ന രീതിയിൽ വെച്ച് ബോ ടൈ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ട് 3 ഒരുമിച്ച് അറ്റാച്ച് ചെയ്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് അറ്റാച്ച് ചെയ്തു. ഇനി അടുത്തത് രണ്ടും ഒന്ന് ഇതുപോലെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ലാസ്റ്റത്തത്. അപ്പോൾ 15 എടുക്കുകയാണെങ്കിൽ 13, 13, 11 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് 15 എന്നുള്ളത് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ വലുതായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈസ് മാറ്റിയാൽ മതി. ഒരു 2 ഇഞ്ച് ഡിഫറൻസ്. ലാസ്റ്റത്തെ ഫോൾഡ് ചെയ്തെടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ടൈ ചെയ്യുക. അതാണ്. അപ്പോഴേക്കും നമ്മുടെ ഹെയർ ബോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ജസ്റ്റ് ഫോൾഡിങ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കാണിച്ചു തന്നത്. കണ്ടോ? ഇനി നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുറച്ച് തിക്നെസ് ഉണ്ട്. ആ തിക്നെസ് കാരണം സെൻറ്ററിൽ നമ്മൾ ആ ഒരു ഫോൾഡിങ് ഇല്ലേ, സെൻറ്ററിൽ 2 റിബൺ കൂടെ കണക്ട് ചെയ്യുന്നത്, അത് സ്റ്റിച്ച് വീഴുന്ന് പോകാനുള്ള സ്റ്റിച്ച് വീഴാൻ നോക്കി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതിൽ സ്റ്റിച്ച് വീഴുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, അതിങ്ങനെ വിടർന്ന് നിൽക്കും. ആ ഒരു ഗ്യാപ്പ് നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. കണ്ടോ? അപ്പോഴേക്കും ഇനി എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ടൈ ചെയ്താൽ മതി. ഒന്ന് വലിക്കുക, എന്നിട്ട് ടൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ടൈം എടുക്കുന്നത്. ഈ ബീഡ്സ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കും. അല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കുന്ന, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. സിമ്പിളാണ് കേട്ടോ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ റിബൺ ബോ ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യുന്നത്, ഇനി ഇതിലേക്ക് താഴെ ഞാൻ ഇങ്ങനെ ഒരു വിടർന്ന് നമ്മളെന്താ പറയുക കൊടുത്തിട്ടില്ലേ, ഇതുപോലെ ചെറിയ ഇപ്പോൾ വീതി കുറഞ്ഞ റിബൺ ഇല്ല എങ്കിൽ വീതിയുള്ള റിബണിന് ഒരു മീഡിയം ഈ ഒരു ചെറിയ ലെങ്തിൽ വീതിക്കും കട്ട് ചെയ്തെടുത്താൽ മതി. ഓരോന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടല്ലോ? ആ വിടർന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ ജസ്റ്റ് അവസാനം ഒന്ന് ടൈ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നിന്നോളും കേട്ടോ. അടുത്തത് രണ്ടാമത്തത് അതുപോലെ വെച്ചു. ഇനി അടുത്ത് സെൻറ്ററിലേക്ക് ഒന്ന് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ ഫോൾഡ് ചെയ്ത് വെക്കുക. മൂന്നാമത്തതും വെച്ചു. എന്നിട്ട് തിരിച്ച് എല്ലാം കൂടെ ഒരുമിച്ചെടുക്കുക. അതിനെ ടൈ ചെയ്യുക. നമ്മൾ ഗ്ലൂ കൊടുത്താലും മതിയാവും. ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഒരുപോലെ ഒന്നും എല്ലാം കിട്ടത്തില്ല. അവസാനം ലാസ്റ്റ് നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർന്നിരുന്നാലും നമ്മൾ ഹെയറിൽ വെക്കുമ്പോൾ ഇങ്ങനെ വിടർന്ന് നിന്നോളും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞത് ഹെയർ ക്ലിപ്പൊക്കെ കൊടുത്ത് അറ്റാച്ച് ചെയ്യും. ഇത് ഞാൻ അലിഗേറ്റർ ക്ലിപ്പിലാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സെൻറ്റർ ക്ലിപ്പ് വേണമെങ്കിലും സെൻറ്റർ ക്ലിപ്പിലും കൊടുത്ത് ചെയ്യാം. കണ്ടോ? ഇനി ഒന്ന് സെൻറ്റർ കവർ ചെയ്യുന്നു. റിബൺ വെച്ചിട്ട് തന്നെയാണ് സെൻറ്റർ കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെൻറ്ററിൽ അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും കൊടുത്ത് ചെയ്യാം കേട്ടോ. സ്റ്റോൺ ഷീറ്റോ അങ്ങനെ എന്ത് വേണോ നമുക്ക് കൊടുത്ത് കവർ ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ പുറത്ത് ഫ്ലവർ കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് മെറൂണും വരുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു ഭംഗി എടുത്തു വരുന്നത്. ഇത് ശരിക്കും എനിക്ക് ഒരു പിക്ക് തന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ്. ഒരു ചെറിയൊരു മാറ്റം വരുത്തി സ്റ്റോൺ ചെയിനൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടെ ഡെക്കറേഷൻ വരുത്തി വേറെ രീതി മാറ്റി ചെയ്തതാണ്. കണ്ടല്ലോ? ഇനി ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു.
ഇനി അടുത്ത് എൻ്റെ പുറകിലേക്ക് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ അതിന് നന്നായിട്ട് ഇതായിരിക്കുള്ളൂ. കണ്ടല്ലോ, അപ്പോൾ അതായിക്കഴിഞ്ഞു. ഇനി ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടെ കൊടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക, അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളെല്ലാം നമുക്ക് എന്തൊക്കെയാണ് അതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ പറ്റുന്നത്, ഇത് ബീഡ്സ് അതൊക്കെ കൊടുത്ത് അതിനെ ഭംഗിയാക്കുക. അത് മാത്രമാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ എല്ലാം റെഡി ആയിക്കഴിഞ്ഞു. ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഓരോരോ കുഞ്ഞു നമ്മളെ ബീഡ്സില്ലേ, വൈറ്റ് ബീഡ്സ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് നമുക്കത് ഡ്രൈ ആയിട്ടില്ല. ഡ്രൈ ആകുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. കുറച്ചുകൂടെ നമ്മളതല്ലാതെ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ആവുന്നുണ്ട്. ഇനി ആ ബീഡ്സൊക്കെ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ടിരുന്നോളും. പക്ഷേ അത് ഡ്രൈ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അത്യാവശ്യം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഉണ്ടല്ലോ. ഇനി എന്നിട്ട് സെൻറ്ററിലേക്ക് ഇത് ഫ്ലവർ, ഇത് നമുക്കിങ്ങനെ ഒരു ബഞ്ചായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊരു 3 എടുത്ത് ഒരുമിച്ച് ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജിൽ ബാലൻസ് ഇല്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് ആ കമ്പി. എന്നിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. കണ്ടോ? ഇനി എന്നിട്ട് 4 സൈഡിലും ഞാനിങ്ങനെ ഒരു 3 ബീഡ്സ് വീതം കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ 2 സൈഡിലാണ് കൊടുത്ത് നോക്കിയത്, ലാസ്റ്റാണ് ബാക്കി 2 സൈഡും കൂടെ കൊടുത്തത്. കുറച്ചുകൂടെ എനിക്കത് 4 സൈഡിലും കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. ആദ്യം 2 സൈഡിലാണ് ഞാൻ കൊടുത്തത്, അതിന് ശേഷം 4 സൈഡിലും കൊടുത്തു. ഞാൻ ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന B7000 ഗ്ലൂ ആണ്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ലെയറിൻ്റെ സൈഡിൽ സ്റ്റോൺ ചെയിൻ, സിൽവർ കളർ സ്റ്റോൺ ചെയിൻ ഒരു ലെയർ അങ്ങനെ കൊടുക്കുന്നു. ഒന്നുമില്ല, ഭയങ്കര ഇതോ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. പക്ഷെ കൊടുത്തതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത സൈഡിൽ കൊടുക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം അടുത്ത സൈഡിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒത്തിരി ഓവറായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യൽ, കാരണം ഈ B7000 ഗ്ലൂ ഇങ്ങനെ പുറത്ത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ കൊടുക്കണം, പക്ഷെ തീരെ കുറച്ച് കൊടുക്കരുത്. നമുക്കതിന് ആവശ്യത്തിനുള്ള ഗ്ലൂ നമ്മളവിടെ ഇത് ചെയ്യണം. കൊടുത്തിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് 2 സൈഡും കൂടെ ഞാൻ ഇങ്ങനെ ബീഡ്സ് കൊടുത്തു. അതിന് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഇത് പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്ന ഗ്രോസ് ഗർ റിബൺ ആയിട്ട് നമുക്ക് സാധാ റിബണിലും ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.